ഹലോ 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 കേൾക്കാമോ കേൾക്കാമോ അൻസാറേ കേൾക്കാമോ? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ, ഒരു സന്തോഷ കാര്യം പറയാൻ വേണ്ടിയിട്ടാ. അല്ലയാ, നമ്മുടെ ഇവിടുത്തെ ഇടവക പള്ളി പെരുന്നാൾ വരിക. അപ്പോൾ അതിൻ്റെ നടത്തിപ്പ് മുഴുവൻ ഇപ്രാവശ്യത്തെ സ്പോൺസർ ഞാനാ. പിന്നെ പൈസ കുറേ ലക്ഷങ്ങൾ ചിലവാകും, അതൊന്നും നോക്കണ്ടല്ലയാ. അതിൻ്റെ പിന്നിൽ വേറൊരു വലിയ രഹസ്യമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെരുന്നാൾ നടത്തുന്നതോടുകൂടി പള്ളിയിലെ ഇടവകയിലെ എല്ലാ ആൾക്കാരും, അച്ഛനും അവിടുത്തെ പിള്ളേരും ഒക്കെ എൻ്റെ കൂട്ടത്തിലാവും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് ഭാഗം വെക്കുന്ന വിഷയം വരുമ്പോൾ അളിയന് ഞാനായിട്ട് ഉടക്കുമല്ലോ, അത് വരും. അപ്പോഴേക്കും എല്ലാവരും എൻ്റെ കൂടെ നിൽക്കും. അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു വല ആദ്യമേ അങ്ങ് എറിയണം. ഇല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പൈസ ഒരു പ്രശ്നമല്ല ക്ലീറ്റോയ്ക്ക്. അത് ഞാൻ ഇപ്പോൾ പലിശക്ക് എടുത്ത് ഇപ്പം നടത്തിയാലും ചില്ലറ മുതലൊന്നുമല്ല വരാനുള്ളത് ഇവിടെ. ഓ നീ വരണം കേട്ടോ, പെരുന്നാൾ നമുക്ക് അടിച്ച് പൊളിക്കണം. ആളിയ അത് ഞാൻ സമ്മതിക്കില്ല. ഒന്നുമില്ല അളിയാ, ശരി ഞാൻ ഓക്കെ ഒന്നുമില്ല. നമുക്ക് മീറ്റിംഗ് മറ്റന്നാളത്തേക്ക് ആക്കാം. പാർട്ടി മീറ്റിംഗ് മറ്റന്നാളാക്കാം കേട്ടോ. ഓക്കെ. ഹലോ, എന്നെ വിളിച്ചോ? കേട്ടോ? അല്ല, അങ്ങനെ ആരും വിളിക്കുമ്പോൾ ഇളയും വിളിച്ചോ? ആരും വിളിച്ചില്ല, ഞാനാ വിളിച്ചു. എന്താ വിളിയാ? എന്താ പരിപാടി? പരിപാടി എന്താ? ഒന്നുമില്ല, വല്ല ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം അടിക്കാം. ഒന്നുമില്ല, എന്തോ പള്ളി പെരുന്നാൾ എന്തോ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. അത് പള്ളിയിലെ, നമ്മുടെ ഇടവകയിലെ പള്ളിയിലെ പെരുന്നാള്. ആരുടെ ഇടവക? ഞങ്ങളുടെ. നിങ്ങളുടെ ഇടവക നാട്ടിലല്ലേ? ഇവിടെ എങ്ങനെ ഇടവക? ഞാൻ ഈ ഇടവകയിലുള്ളതാ. ഞാൻ കുറച്ചാൾ ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതല്ലാതാവോ? അതുകൊണ്ട് താൻ പള്ളി പെരുന്നാൾ നടത്താൻ പോണം? പള്ളി പെരുന്നാൾ ഞാൻ നടക്കില്ല. നടത്തില്ല. തന്നെ കൊണ്ട് നടത്താനുള്ള ത്രാണിയില്ല. തനിക്ക് എന്തുണ്ടോ? തനിക്ക് എന്ത് യോഗ്യതയുണ്ട്? അളിയാ, പള്ളി പെരുന്നാൾ നടത്താൻ ഇവിടെ യോഗ്യത വേണമല്ലോ. യോഗ്യന്മാരാണ് ഇത്രയും നാളും ഇവിടെ പള്ളി പെരുന്നാൾ നടത്തിയിരുന്നത്. ഇപ്പൊ താൻ ആരുവാ? അല്ല, ഞാൻ ചോദിച്ചു, ഇത്രയും നാൾ അളിയൻ ഇവിടെ പെരുന്നാളൊന്നും നടത്തിയില്ലല്ലോ. ഇല്ലില്ല. ഇപ്പൊ അളിയൻ എന്താണ് പ്രശ്നം? ഞാൻ ഈ പെരുന്നാൾ നടത്താൻ പോണതിന്റെ അളിയൻ എന്താണ് പ്രശ്നം? താൻ ഈ പറയുന്നതിൽ വേറെ ഉദ്ദേശമുണ്ട് എനിക്ക്. അതൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. നടക്കില്ല, നടക്കില്ല, നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അയ്യോ, അത് തീരുമാനിക്കാൻ അളിയനല്ലല്ലോ. ഞാനും കൂടെ ഞാൻ ഇടവകയിലെല്ലാം സംസാരിച്ചു. ഞാൻ ഈ പെരുന്നാൾ സംസാരിച്ചു. ഞാൻ ഈ പെരുന്നാൾ ആരോട് സംസാരിച്ചു? ഞാൻ അവിടെ വേണ്ടപ്പെട്ടവരോട് സംസാരിച്ചിട്ടുണ്ട്. അത് അളിയാൻ അറിയണ്ട. അറിയണമല്ലോ. അളിയ, ഇത് ഞാൻ നടത്താൻ പോണ കാര്യമല്ലേ? എന്റെ പൊന്നളിയും നടക്കില്ല. നടക്കാത്ത കാര്യം വെറുതെ ആലോചിച്ച് പുണ്ണാക്കണം. അളിയാ, ഇത് കർത്താവിന് വേണ്ടി ഞാനൊരു കുറെ നേരം കർത്താവിനെ പറഞ്ഞ. താൻ കർത്താവിനെ പിടിക്കാൻ എന്ത് യോഗ്യതയുള്ളൂ? അന്യജാതിക്കാർ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് പള്ളി പെരുന്നാൾ ഞാൻ നടത്താൻ പോണെന്ന് അറിഞ്ഞപ്പോ അളിയൻ ഇതേ ഭ്രാന്തായി. കഥ അറിയേണ്ട ആട്ടം കാണരുത് കേട്ടാ. ഇയാള് പറയുന്നതിന് വേറെ ഉദ്ദേശമുണ്ട്. ഇവന് പള്ളി പെരുന്നാൾ നടത്തലല്ല ഇവന്റെ ഉദ്ദേശം. അതെന്താണെന്നുള്ള നീ കഥ അറിയാതെ ആട്ടം കാണല്ലേ? ഞങ്ങളുടെ കുടുംബക്കാർക്ക് അത് നടത്താനുള്ള യോഗ്യത ഞങ്ങളുടെ കുടുംബം നീ പറഞ്ഞല്ലോ. ആരാടി നിന്റെ കുടുംബം? അപ്പൊ ഞാൻ ആരാണ്? നിങ്ങൾ എന്റെ കെട്ടിയോനൊക്കെ തന്നെയാണ്. നിങ്ങൾ എന്റെ കെട്ടിയോനൊക്കെ തന്നെയാണ്. പക്ഷെ ഇത്ര നാളായിട്ട് 5 പൈസ പള്ളിക്ക് വേണ്ടി ഇത്ര നാൾ അളിയന് അവസരം ഉണ്ടായിരുന്നു, അളിയൻ ചെലവാക്കിയില്ല. ഞാൻ ചെലവാക്കാൻ പോകുന്ന ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ചേട്ടൻ ഒന്നും കാണാതെ കേക്കടോ. പുറത്തുനിന്ന് ഒരു പെണ്ണാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. സമ്മതിക്കില്ല. നിന്നെ കൊണ്ട് തലേക്കേറ്റി വെക്കടി, തുള്ളിക്ക് തലേക്കേറ്റി. ഇയാൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ, പെരുന്നാൾ സമയമാകുമ്പോൾ ഞാൻ തന്നെ നടത്തൂല. പൈസ മുഴുവൻ ഞാൻ കൊടുക്കും. അത് നിന്റെ കേട്ടല്ലോ 10ന്റെ പൈസ ചൊറിയാനില്ലാത്തവനാ പള്ളി പെരുന്നാൾ. എന്താണ് കേക്കടോ? പറയണ കേട്ടില്ലേ? എടീ, ഇയാൾക്ക് മൂത്തത് ഭ്രാന്താ. നീ എന്നെ കൂടെ പറയിപ്പിക്കരുത്. ചുമ്മാ ഇവന് വേറെ ഉദ്ദേശമുണ്ട്. നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ. നീ പള്ളി പെരുന്നാൾ നടത്തില്ല. പള്ളി പെരുന്നാൾ ഞാൻ നടത്തും. പള്ളി പെരുന്നാൾ അന്തസ്സായിട്ട് ഞാൻ നടത്തി കാണിച്ചാലും ഞാൻ നടത്തും. നടത്തൂല. ഞാൻ നടത്തും. ഞാൻ അച്ഛന് വാക്ക് കൊടുത്തിട്ട് ഇന്ന് വൈകിട്ട് ഞാൻ അഡ്വാൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാ വന്നേക്കണേ. എപ്പോ? ഞാൻ ഇന്ന് വൈകിട്ട് അഡ്വാൻസ് കൊടുക്കുന്നു, അച്ഛന് വാക്ക് കൊടുത്തിട്ടാ വന്നേക്കണേ. നീ ഇന്ന് വൈകിട്ടല്ലേ കൊടുക്കണം? ഞാൻ ഇപ്പൊ കൊടുത്ത് കാണിച്ചു തരാം. മനുഷ്യന് എന്താണ് കളിമണ്ണാണോ? അല്ല ആണോ? എന്താടി മനുഷ്യൻ മര്യാദക്ക് നടത്താന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താന്ന് ആരെങ്കിലും പള്ളി പെരുന്നാൾ നടത്തിയ പോരെ? അയാൾ നടത്തിക്കോട്ടെ. ചേട്ടൻ നടത്തിക്കോട്ടെ. അയാൾക്ക് ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അയാൾ നടത്തിക്കോട്ടെ. അല്ല, ക്ലീറ്റോ വഴക്കിടുക ചെയ്തേ.
എടി കാശ് മുഴുവനും അയാൾ ചിലവാക്കി പെരുന്നാൾ നടത്തിക്കോട്ടെ, പക്ഷെ അതിന്റെ മുമ്പിൽ നെളിഞ്ഞിരിക്കുന്നത് ക്ലീറ്റോ ആയിരിക്കും. ആ എങ്ങനെ പെരുന്നാൾ അയാൾ നടത്തുന്നു, അതിന്റെ ക്രെഡിറ്റ് മുഴുവനും ക്ലീറ്റോയ്ക്ക്. കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഈ പൗലോ പോലീസിന് ഒരു ചെറിയ പണി കൊടുക്കണമെന്ന്. ആളിയും നടത്തിക്കോട്ടെ പെരുന്നാള്, ക്രെഡിറ്റ് മുഴുവനും ക്ലീറ്റോയ്ക്ക്. ഇത് മനഃപൂർവ്വം കാണിച്ചതാ? അങ്ങനെ വേണമെങ്കിലും പറയാം. കണ്ട അഡ്വാൻസ് അല്ല മുഴുവൻ തുകയുണ്ട്. അളിയാ വേണ്ട, ഓടാ. എടീ ഞാൻ ജനിച്ച് വളർന്ന് എൻ്റെ മണ്ണിലെങ്കിലും ഞാനൊന്ന് ജയിക്കണ്ടേ? Alien versus Alien.